بسم الله الرحمن الرحيم وجاء دعونا رحيما كريما أتينا بكينا تفكرنا ذنبا أتينا بكينا تفكرنا ذنبا ندعوك لا نشرك بك شيئا يا إلهي يا إلهي يا إله النار يا إلهي يا إلهي يا إله النار وجاء دعونا رحيما كريما أتينا بكينا تفكرنا ذنبا أتينا بكينا تفكرنا ذنبا ندعوك لا نشرك بك شيئا يا إلهي يا إلهي يا إله النار يا إلهي يا إلهي يا إله النار السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد، وليس لي عمل ألقى العليم به سوى محبتك العلماء وإيماني. വന്ദരായ സയ്യിദവറുകൾ, ബഹുമാനപ്പെട്ട ഉമർ അലി സഖാഫി, മറ്റു ഉസ്താദുമാർ, സ്നേഹമുള്ള നാട്ടിലെ പിതാക്കളെ, സഹോദരങ്ങൾ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു നമ്മുടെ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഖിലുകാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത്, റബീഅ എന്ന വസന്തമാസത്തിൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും പ്രത്യേകമായി സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ പവിത്രമായ റബീഉൽ അവ്വൽ. ഈ വസന്തമാസത്തിൽ റഹ്മത്തുൽ ലിൽ ആലം, ലോകത്തിന് കരുണ ചൊരിച്ചു കൊടുക്കുന്ന റഹ്മത്തിന്റെ ഉടമയായ, ലോകത്തിന് റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും റഹ്മത്തായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള എല്ലാ ജീവികളും സന്തോഷിക്കുന്ന പവിത്രമായ ഈ വസന്തമാസം. കാരണം റസൂലുള്ളാഹ് ലോകത്തുള്ള മനുഷ്യർക്ക് മാത്രമല്ല റഹ്മത്തായി വന്നത്, ഈ ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലം. ആ വസന്തമാസം വരുമ്പോ സന്തോഷിക്കാത്ത ആളുകൾ മുസ്ലിം ലോകത്ത് എവിടെയാണ് ഉള്ളത്?
മുസ്ലിം ലോകത്ത് ആരാണ് സന്തോഷിക്കാതിരിക്കുന്നത്? റബീഇ എന്ന മാസം വരുമ്പോ ഒരു പ്രത്യേകമായ റാഹത്തും ഒരു പ്രത്യേകമായ കുളിർമയും ഒരു പ്രത്യേക സന്തോഷവും. മഖ്തലത ഹുബ്ബി ഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോടുള്ള മഹബ്ബത്ത് ഉണ്ടോ, ആ മഹബ്ബത്തുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിലിടുകയില്ല. ഈ മുത്തുനബിയെ സ്നേഹിക്കാത്തൊരു മനുഷ്യൻ മുസ്ലിം ലോകത്ത് കാണാൻ കഴിയുകയില്ല. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ. ഏതെങ്കിലും ഒരു മനുഷ്യന് എന്നോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ പതിഞ്ഞുവെങ്കിൽ ആ ഹൃദയമുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിലിടില്ലെന്ന് പഠിപ്പിച്ചുപോയ കാരുണ്യത്തിന്റെ മുത്ത്. ആ മുത്തുനബിയുടെ ജന്മമാസത്തിൽ സന്തോഷിച്ചുകൊണ്ടും വളരെ റാഹത്തോടുകൂടിയുമാണ് നാട്ടുകാരെ നാം ഒക്കെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. റബീഇ എന്ന വസന്തമാസം 1 തൊട്ട് 30 വരെ എല്ലാ മുക്കുമൂലകളിലും മറ്റു മാസങ്ങളിലുള്ളതിനേക്കാൾ ഉപരി മദഹുകൾ പാടിപ്പറയുന്നു. റസൂലുള്ളാഹിന്റെ മദഹ് ഗദ്യത്തോടെയും പദ്യത്തോടെയുമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും സന്തോഷം തന്നെയാണ്. ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമാണ്. നേരെ മറിച്ച് ഈ ജന്മമാസം വരുമ്പോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില നാടുകളിൽ ചില സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അനിസ്ലാമികമാണ്, ജന്മദിനം അല്ലെങ്കിൽ മീലാദാഘോഷം അനിസ്ലാമികമാണ് എന്ന് ഏതോ ചില ആളുകൾ, പോകട്ടെ വിവരമില്ലാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാത്ത, റസൂലുള്ളാഹിനെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ നബി തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയാൻ താൽപര്യം കാണിക്കാത്ത, ഈമാനിന്റെ ഖനിക പോലും ഇല്ലാത്ത ആളുകൾ, അവർ ലഘുലേഖകൾ 10,000 1000 മുടക്കിക്കൊണ്ട് അനിസ്ലാമികമെന്നുള്ളൊരു മുദ്രാവാക്യം, ഇത് സ്വാഭാവികമായും മുസ്ലിമിന്റെ കൽബ് വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, ആശിഖീങ്ങളോട്, മുഹബ്ബീങ്ങളോട്, മഹബ്ബത്ത് കൊതിക്കുന്ന ആളുകളോട്, നൂഹ് നബിയെക്കൊണ്ട് വിശ്വസിക്കാത്ത അന്നുള്ള മുശ്രിക്കീങ്ങൾ ഖുർആൻ പരസ്യമായി ചെറുപ്പക്കാരുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. فقال الذين كفروا من قومه ما نراك إلا بشرا مثلنا. നൂഹ് നബിയെക്കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ നൂഹ് നബിയോട് പറയുന്നു, നീ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. നൂഹ് നബിയോട് പറയുന്നത്, അന്ന് ഇസ്ലാം ദീന് വിശ്വസിച്ച മുസ്ലിമീങ്ങളല്ല, 1000 കൊല്ലം ദീനീ ദഅവ നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത മുശ്രിക്കീങ്ങളായ ആളുകൾ നൂഹ് നബിയുടെ മുഖത്ത് നോക്കി പറയുന്നത്, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ. നീ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണ്. നൂഹ് നബിയെ നിങ്ങളുടെ ജന്മദിനത്തിൽ നിന്നും, നിങ്ങളുടെ ജന്മമാസത്തിൽ നിന്നും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. فقال الذين كفروا من قومه ما نراك إلا بشرا مثلنا. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് നൂഹ് നബിയോട് അന്നത്തെ മുശ്രിക്കീങ്ങൾ പറയുമ്പോ, ആദം നബി തൊട്ട് ലക്ഷക്കണക്കായ അമ്പിയാക്കളെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമായ ദീൻ അവന്റെ അടിമകളിലേക്ക് എത്തിക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കളിൽ നൂഹ് നബിയോട് പറഞ്ഞുപോയ അതേ വാക്കുകൾ, മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ. സ്വാലിഹ് നബിയോട് സമൂദ് ഗോത്രത്തിൽപ്പെട്ട സമൂദ് ഖബീലക്കാർ അവിടുന്ന് സ്വാലിഹ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത അന്നത്തെ മുശ്രിക്കീങ്ങൾ സ്വാലിഹ് നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഈമാനുള്ള മുസ്ലിമീങ്ങളെ,
മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ, നൂഹിന് സ്വാലിഹേ, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. നിന്റെ ജന്മദിനത്തിന് യാതൊരുവിധ പവറുമില്ല, നിന്റെ ജന്മമാസത്തിന് യാതൊരുവിധ പവറുകളുമില്ല. അതുകൊണ്ട് മാ അന്ത ഇല്ലാ ബശറുൻ മിസ്ലുനാ. എന്താണ് ശബ്ദം കേൾക്കുന്ന പിതാക്കൾക്ക് ബോധ്യപ്പെടുന്നത്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അന്നത്തെ കാഫിരീങ്ങൾ, അന്നത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് സ്വാലിഹ് നബി സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. അല്ലാഹു പറയുന്നു ഖുർആനിലൂടെ, ഖുർആനിലെ നാട്ടുകാരെ വളരെ വ്യക്തമായി പറയുന്നത്, ഇതിൽ മുസ്ലിം സമുദായത്തിന് വല്ല അഭിപ്രായമുണ്ടോ? മുസ്ലിം സമുദായത്തിന് രണ്ടഭിപ്രായമുണ്ടോ? ഖുർആൻ വ്യക്തമായി പറയുന്നു, ഈസാ നബി വന്നു, മൂസാ നബി അലൈഹിസ്സലാം വന്നു. മൂസാ നബിയെക്കുറിച്ച് അന്നത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് അവിടുന്ന് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ. വെറും ഞങ്ങളെപ്പോലെയുള്ള രണ്ട് മനുഷ്യന്മാർ, ഞങ്ങളെപ്പോലെ അങ്ങാടിയിലേക്ക് പോകുന്ന, ഞങ്ങളെപ്പോലെ കല്യാണം കഴിക്കുന്ന, ഞങ്ങളെപ്പോലെ ഭക്ഷണം കുടിക്കുന്ന, ഞങ്ങളെപ്പോലെ നടക്കുന്ന വെറും സാധാരണക്കാരായ ഈ രണ്ട് മനുഷ്യന്മാർ മൂസാ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഈസാ നബിയുടെ ആളുകൾ പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഫഖാലൂ അനുഅ്മിനു ലിബശറൈനി മിസ്ലിനാ വഖൗമുഹുമാ ലനാ ആബിദൂൻ. മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കാതെ ദീനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയാത്ത, മുസ്ലിമാകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ, അമ്പിയാക്കളോട് വല്ലാത്ത വെറുപ്പുള്ള, പുച്ഛമുള്ള, ദേഷ്യമുള്ള ആളുകൾ, അമ്പിയാക്കളെ തരം താഴ്ത്താൻ കൊതിക്കുന്ന ആളുകൾ, അവര് പറഞ്ഞു അമ്പിയാക്കളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ പുരുഷന്മാരാണ്, അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല, അവർക്ക് നമ്മെക്കാളും ഒരു പ്രത്യേകമായ, നാം കല്യാണം കഴിക്കുന്നു, അവർ കല്യാണം കഴിക്കുന്നു, നമുക്ക് കുട്ടികളുണ്ടാകുന്നു, അവർക്കും കുട്ടികളുണ്ടാകുന്നു. അങ്ങനെ ആദം നബി തൊട്ടുള്ള അമ്പിയാക്കളെ മുഴുവനും ഇസ്ലാമെന്തെന്ന് പഠിക്കാത്ത, പോകട്ടെ യാ ഹബ്ബൽ ജന്നതു വഖ്തി റാബുഹാ തയ്യിബത്തുൻ ബാദിദത്തുൻ ശറാബുഹാ. സ്വർഗത്തിൽ പാടിക്കളിക്കാൻ കൊതിക്കുന്ന മോമിനീങ്ങൾ, സ്വർഗത്തിൽ എന്റെ മുത്തുനബിയുടെ കൂടെ എനിക്കൊന്ന് കിടക്കണം. ലാ യൽമഉ ബഅദഹാ അബദാ. ഒരു കാലത്തും ദാഹിക്കാത്ത വെള്ളം എന്റെ മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കുടിക്കണം. ഇത് ആശിക്കുന്നൊരു മുഅ്മിൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ അരികിൽ അമ്പിയാക്കൾക്ക് വല്ലാത്ത പവറുണ്ട്, അമ്പിയാക്കൾക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്. നേരെ മറിച്ച് അതാശിക്കാത്ത ആളുകൾ സ്വർഗീയ ലോകത്ത് പുഞ്ചിരിക്കണമെന്ന് കൊതിക്കല് പോയി, സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കാത്ത അന്നത്തെ മുശ്രിക്കീങ്ങൾ, വിശ്വസിക്കാത്ത ആളുകൾ, മുസ്ലിമാകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ, അവരാണ് അമ്പിയാക്കളൊക്കെ സാധാരണ മനുഷ്യന്മാരെന്ന് പറഞ്ഞത്. وفي قول المشركين على سيدنا وحبيبنا ومولانا محمد. അവസാനം നാട്ടുകാരെ പറഞ്ഞ് കാരുണ്യത്തിന്റെ കവചം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നേതാവായ നബിത്തങ്ങൾ, ആ നബിത്തങ്ങളെക്കുറിച്ചുകൊണ്ട് മാലു ഹാദർ റസൂൽ യഅ്കുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. മാലു ഹാദർ റസൂൽ, അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വത്തി എന്ന അബൂജഹലിന് ഏറ്റവും പേരുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് നദ്വത്തി എന്ന പേരിൽ ദാറുൻ നദ്വ. ആ നദ്വത്തി എന്ന കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട്
അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തടക്കമുള്ള ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായ നബി തങ്ങളെക്കുറിച്ച് മാലിഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഓ മുഹമ്മദേ, നീ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യൻ മാത്രമാണ്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നാട്ടുകാരെ ലോകത്ത് കാണിച്ചു പോയത്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് ആദ്യമായി സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞത് അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദവയിൽ വെച്ച് പ്രഖ്യാപിച്ചു പോയി. മാലിഹാദർ റസൂൽ, അത് വിവരിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാലിഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, മുഹമ്മദേ, നീ എന്തൊരു മനുഷ്യനാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യൻ അങ്ങാടിയിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ജനിക്കുന്നു. ഒരിക്കലും അസാധാരണ വ്യക്തിയല്ല. മുഹമ്മദിന്റെ ജന്മദിനത്തിന് യാതൊരുവിധ വ്യത്യാസവുമില്ല, ഒരു പവറുകളുമില്ല. അവിടുത്തെ ജന്മത്തിൽ യാതൊരു പവറുകളും വ്യത്യാസവും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ലോകത്താദ്യമായി പറഞ്ഞത് അബൂജഹലടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വ എന്ന ഇഷ്ടപ്പേര് വെച്ച ഓഫീസിൽ വെച്ച് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, വസന്തമാസത്തിൽ മുത്തുനബിയൊന്ന് കേൾക്കാൻ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള അനുജന്മാരെ, അവിടുത്തെ പുന്നാര മുത്തുനബിയുടെ മദഹ് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് സദസ്സിൽ വന്നിരിക്കുന്ന അല്ലയോ പൊന്നുപിതാക്കളെ, ഉമ്മമാരെ, ഇന്ത്യ രാജ്യത്ത് റസൂലുള്ള സാധാരണ മനുഷ്യനെന്ന് ആദ്യമായി പറഞ്ഞത് അതേ അബൂജഹലിന് ഇഷ്ടപ്പെട്ട പേരിന്റെ ഉടമയായ നദ്വത്തുൽ മുജാഹിദീൻ. അബൂജഹലിന്റെ പേര് ദാറുൻ നദ്വ എന്ന ഇഷ്ടമുള്ള പേര്. ആ പേര് തെരഞ്ഞെടുത്ത നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഒരു കക്ഷിയാണ്. പുന്നാര മുത്തുനബി സാധാരണ മനുഷ്യനാണ്. അവിടുത്തെ ജന്മദിനം അവിടുന്ന് നബിദിനാഘോഷിക്കുന്നത് അനിസ്ലാമികമാണ്, മീലാദാഘോഷിക്കുന്നത് അനിസ്ലാമികമാണ്. അബൂജഹല് പറഞ്ഞു, മക്കത്തുൽ മുക്കറമയിൽ വെച്ചുകൊണ്ട് അബൂജഹല് പ്രഖ്യാപിച്ചു, ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചത് അതിന്റെ നദ്വത്തുൽ മുജാഹിദീന്റെ ഓഫീസിൽ നിന്നുമാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മാലിഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്. റസൂലുള്ള സാധാരണ മനുഷ്യനാണ്, അവിടുന്ന് യാതൊരുവിധ പവറുകളുമില്ല എന്ന് ലോകത്ത് പറഞ്ഞുപോയത് അബൂജഹലടക്കമുള്ള ആളുകൾ. അല്ലാഹു പറയുന്ന നബിയേ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. തങ്ങൾ പറഞ്ഞുകൊടുക്കു നബിയേ, അന്ത്യനാൾ വരെയുള്ള ആശിക്കീങ്ങളോടും അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തോട് തങ്ങളെ അവിടുന്ന് പറയണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യത്തറവാട്ടിൽ പിറന്നവനാണ്. അതേ, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ മാത്രമാണ്. ഞാൻ മലായിക്കത്തിൽപ്പെട്ടവനല്ല, ഞാൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനല്ല. പക്ഷേ എനിക്ക് പവറുണ്ടോ? യൂഹാ ഇലയ്യ, എന്റെ അരികിലേക്ക് ജിബ്രീൽ വഹയുമായി വരുന്നു. ഞാൻ ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്നു, ജിബ്രീൽ എന്നോട് സംസാരിക്കുന്നു, ഞാനതാ ജിബ്രീലിനോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യനല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. ലസ്തു മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ജിബ്രീൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ അവരുടെ സംസാരത്തിൽ നിന്ന് മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വഹാബികളെ, ഓ മനുഷ്യരെ, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. ഇന്നി അറാ മാ ലാ തറൂൻ,
നിങ്ങൾ കാണാത്ത പലതും ഞാനിതാ കാണുന്നു. വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നു. നിങ്ങൾ കാണാത്തതിന് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ കേൾക്കുന്നു. മാത്രമല്ല അവിടുന്ന് വിവരിക്കുകയാണ്, ജീവിതത്തിൽ മറ്റൊരുത്തിന് കഴിയാത്ത വസ്തുതകൾ അവിടുന്ന് വിവരിക്കുകയാണ്. സ്വഹാബികളെ, ഇന്നി അറാ മാ ലാ തറൂൻ, ഞാൻ എന്റെ മുൻഭാഗത്തുള്ളത് കാണുന്നത് പോലെ അതേ സമയത്ത് എന്റെ പിൻഭാഗത്തുള്ളതും കാണുന്നു. അൽഹംദുലില്ലാഹ്. സ്വഹാബത്തിന് രണ്ടഭിപ്രായമല്ല. റസൂലുള്ളാഹി പറയുമ്പോ സ്വഹാബികൾക്ക് അതെങ്ങനെയാണ് ബാക്കിലുള്ളത് റസൂലുള്ളാഹി കാണുന്നത്? സംശയമില്ല. എന്റെ സുദീഖ്, ഞാൻ ഈ രാത്രി 7 ആകാശവും താണ്ടിപ്പോയി വന്നോ. സിദ്ദീഖ് തങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹിയല്ലേ, അവിടുന്ന് നമ്മെപ്പോലെയല്ല. പുന്നാരമുത്ത് നബി അവിടുന്ന് എന്താ പ്രസവിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ട് ലോകത്തേക്ക് കടന്നു വന്ന എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവിടുന്ന് കാണിച്ചു പോയത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അഭിമന്യ ഗുരു കൂടിയായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നാട്ടുകാരെ ആധികാരിക ഗ്രന്ഥമായ കണ്ടോ 10 വാള്യമുള്ള തുഹ്ഫ എന്ന ഗ്രന്ഥം നാമൊക്കെ കേട്ടിട്ടില്ലേ? അത് രചിക്കുക പോലും ചെയ്തുപോയ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളാണ് പരസ്യമായി മുസ്ലിം സമുദായത്തോട് പറയുന്നത്, തവാത്തറത്തിൽ അദില്ലത്തു വൽഖുറൂ ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലൂ. ലോകത്തെ ആരൊക്കെ മുത്തുനബിയുടെ മദഹ് ക്രോഡീകരിച്ചുകൊണ്ട് എത്ര വലിയ കിതാബുകൾ രചിച്ചുപോയാലും ഒരൊറ്റ പണ്ഡിതല്ല, ഒരു കിതാബും രചിച്ചുപോയ പണ്ഡിതല്ല റസൂലുള്ളാഹിന്റെ മഹിമകൾ വേർതിരിച്ച് ഇത്രയേ ഉള്ളൂ. അത് തഈനാക്കി വേർതിരിച്ച് പറയാൻ സാധ്യമല്ല. അവിടുന്ന് സാധ്യമല്ല. അവിടുന്ന് വിവരിക്കുകയാണ്, ബിഅന്നൽ മുസ്തഫാ ഹയ്യുൻ തുരിയു ഹിലാലുൻ ലൈസ യത്റുഖുഹു ഉഫുലു. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ആർക്കാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് ആർക്ക് എവിടെ എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുന്നത്? പുന്നാര മുത്തുനബിയുടെ മദഹ്, അവിടുത്തെ പദവികൾ, അവിടുത്തെ വ്യത്യാസമുള്ള സ്ഥാനമാനങ്ങൾ അത് വിവരിക്കാൻ ലോകത്തൊരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അത് മുഴുവനാക്കി പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാത്ത മദഹ്, അവിടുന്ന് വല്ലാതെ എഴുതിപ്പോയി. അന്ന് വിവരിച്ച് അൽഹംദുലില്ലാഹ്. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂലാൻ. അവിടുന്ന് എന്തൊക്കെ ഉൾക്കൊള്ളിക്കും വിധത്തിലുള്ള ഗ്രന്ഥമാണ് അവിടുന്ന് രചിച്ചു പോയത്. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് രചിച്ചു, സന്തോഷത്തോടുകൂടെ, പടച്ചവനെ, എന്റെ മുത്തുനബിയുടെ മദഹ് എനിക്കല്പം എഴുതാൻ കഴിഞ്ഞുവല്ലോ. വല്ലാഹി ലൗ കതബൽ അനാമു ജമീഉഹും സുബിയാനുഹും വഫഹലുഹും വശയൂഖുഹും. അല്ലാഹുവാണ് സത്യം. അന്ത്യനാട് വരെയുള്ള മനുഷ്യന്മാർ, കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും അങ്ങോട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതാണ് റസൂലുള്ളാഹ്. ആ മുത്തുനബിയെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു. ലോകത്തുള്ള എല്ലാ മരങ്ങളെയും അവിടുന്ന് പേനയാക്കുന്നു. ബഹ്റ് പോലെയുള്ള സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും അവിടുന്ന് മഷിയാക്കിയാൽ മാഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദഹ് 10 എഴുതാൻ ലോകത്തൊരു മനുഷ്യന് സാധ്യമല്ല.
എന്റെ അനുജന്മാരെ, ഇത് ആശിക്കീങ്ങളാണ് പറയുന്നത്, വെട്ടിത്തുറന്നുകൊണ്ട് പറയുകയാണ്. എങ്കിൽ ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്നതാ എഴുതിപ്പോയി. സന്തോഷത്തോടെ ശിഷ്യഗണങ്ങളുമൊക്കെ നടക്കുമ്പോ ആ സമയത്താണ് മിണ്ടാൻ കഴിയാത്ത ഒരു ജീവിയത അവിടുത്തെ കൊക്കുകൊണ്ട് സമുദ്രത്തിലേക്ക് ചെന്നിട്ട് ആ കൊക്കുകൊണ്ട് വെള്ളം കൊത്തിയെടുക്കുന്നു. ആ വെള്ളം കൊത്തിയെടുക്കുന്നു, തൊട്ടരികിലുള്ള കിണറ്റിലേക്ക് കൊണ്ടുവന്ന് എടുക്കുന്നു. കൂടെയുള്ള മഹാനായ ബുസൂരി തങ്ങളെന്ന് പറഞ്ഞ മക്കളെ, ഈ ജീവിക്ക് ബുദ്ധിയില്ലല്ലോ, ഈ ജീവിക്ക് ബുദ്ധിയില്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ പൊക്കുകൊണ്ട് വെള്ളം കൊത്തിയെടുത്ത് എന്നാണ് ആ കിണറ് ആ കുട്ടിക്ക് ആ പക്ഷിക്ക് നിറക്കാൻ കഴിയുന്നത്. ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. ഉടൽ മിണ്ടാൻ കഴിയാത്ത ജീവി. അത് ബൂസൂരി തങ്ങളുടെ ഒരു കറാമത്തായി അത്ഭുതകരമായി തന്നെ പറയാമല്ലോ. അവിടുന്നതാ തിരിഞ്ഞു നിന്നുകൊണ്ട് ബൂസൂരി തങ്ങളെ, എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ്, എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ്. നിങ്ങളെങ്ങാനും ഞാൻ ഈ കാണുന്ന സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയിട്ട് ആ കാണുന്ന കിണറ് നിറക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നല്ല ബൂസൂരി തങ്ങളെ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ആദം നബി തൊട്ടുള്ള അമ്പിയാക്കളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു റസൂലുള്ളാഹുന്ന ബഹർ, ആ ബഹറിൽ നിന്ന് അവിടുത്തെ മദഹാകുന്ന വെള്ളം നിങ്ങളന്ന് കൊത്തിയെടുത്ത് ഒരു ബുറുദ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കി ഈ കിണറ് നിറക്കാൻ വിചാരിച്ചതുപോലെ ഞാനത് മദഹ് പൂർണ്ണമായി എഴുതിയെന്ന് പറയാൻ ബൂസൂരി തങ്ങളെ, എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ്. മുത്തുനബിയെക്കുറിച്ച് ഒരു 10% നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? മദ്ഹതു മുഹമ്മദൻ ബിമഖാലതി. ബൂസൂരി തങ്ങൾ ഫതഹയ്യറ, അവിടുന്നതാ തരിച്ചുപോയിരിക്കുന്നു, വല്ലാതെ വിഷമിച്ചുപോയി. എന്നിട്ട് പറയുന്നത് വല്ലാവിടുന്ന മദ്ഹതു മുഹമ്മദൻ ബിമഖാലതി വലാകിൽ മദ്ഹതു മഖാലതി ബിമുഹമ്മദിൻ. റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാൻ, പുന്നാര മുത്തുനബിയുടെ മദ്ഹ് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ബറക്കത്തുകൊണ്ട് 2 വാക്കെനിക്ക് പറയാനും ഇക്കൈ കൊണ്ടും എഴുതാനും സാധിച്ചു. റസൂലുള്ളാഹിയുടെ മദ്ഹ് ബൂസൂരി പറഞ്ഞിട്ടില്ല, എഴുതി തീർത്തിട്ടില്ല. ബൂസൂരി തങ്ങളതാ പത്തിമടക്കുകയാണ്. ആർക്കാണ് റസൂലുള്ളാഹിനെ കുറിച്ചുകൊണ്ട്, ആർക്കാണ് പുന്നാര മുത്തുനബിയെക്കുറിച്ച് മദ്ഹ് പറഞ്ഞ് തീർക്കാൻ കഴിയുന്നത്? ലോകത്ത് വല്ലാഹി ലൗകത ബൽ അനാനു ജമീഉഹും സുബിയാനുഹും ബഫുഹും ബശയൂഖുഹും. ലോകത്താർക്കും സാധിക്കുകയില്ല, ലോകത്താർക്കും തന്നെ കഴിയുകയില്ല എന്ന് മഹാന്മാർ അവിടുന്ന് വിവരിച്ചുവെങ്കിൽ, അവിടുന്ന് വിവരിക്കുന്നുവെങ്കിൽ, ജ്യേഷ്ഠാനുജന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഒരു അമ്പിയാക്കൾക്കും ഒരു നബിമാർക്കുമില്ലാത്ത പ്രത്യേകതകളായി പുന്നാര മുത്തുനബിയുടെ പേര് 5 വഖത്ത് നിസ്കാരത്തിൽ പറഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലല്ലേ? അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇത് ഫർളാണ്, നിർബന്ധമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇതല്ലേ ഉപ്പമാരെ, പിതാക്കളെ, ഇവിടെ മുത്തുനബിയുടെ പേര് പറയണം. ഇബ്രാഹിം നബിയുടെ പേര് ശേഷം പറയുന്ന സുന്നത്താണ്. റസൂലുള്ളാഹിയുടെ പേര് പറയൽ നിർബന്ധവുമാണ്. മാത്രമല്ല അസ്സലാമു അലൈക്കാ, ഇബാദത്താകുന്ന യജമാനനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ കാരുണ്യത്തിന്റെ മുത്തായ പുന്നാര മുത്തുനബിയെ അസ്സലാമു അലൈക്കാ, ഓ നബിയേ, അയ്യുഹൻ നബിയു അസ്സലാമു അലൈക്കാ
എന്ന് ഖിതാബിട്ടുകൊണ്ട് റസൂലുള്ളാനെ പറയൽ നിർബന്ധമാണ്. നബിത്തങ്ങളല്ലാത്ത മറ്റൊരുത്തനെ കുറിച്ച് അലൈക്ക എന്ന് പറഞ്ഞാൽ മുസ്ലിമേ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകും. റസൂലുള്ളാനെ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. റസൂലുള്ളാന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. പോകട്ടെ, നബിത്തങ്ങളെക്കുറിച്ച് പേര് മാത്രമല്ല, നേർക്ക് നേരെ നബിയേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, അത് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. എന്നുള്ള റസൂലുള്ള എന്നാലും ലോകത്ത് കണ്ടോ മുസ്ലിം സമുദായമേ, സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കണമെന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ട്. ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ വിളിച്ചാൽ വിളിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഒരു മനുഷ്യനതാ നിസ്കരിക്കുകയാണ്, റസൂലുള്ള വിളിച്ചാൽ ആ നിസ്കരിക്കുന്നവൻ ഫർള് നിസ്കരിക്കുകയാണ് എങ്കിലും ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ പോകൽ നിർബന്ധമാണ്. ഇതാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ. നബിത്തങ്ങളുടെ പേര് ഞാനിങ്ങനെ ആവർത്തിക്കും. ഇൻഷാ അല്ലാഹ് പ്രസംഗം കഴിയുമ്പോഴേക്കും 50 പ്രാവശ്യമെങ്കിലും മുത്തുനബിയുടെ പേര് ഞാനിങ്ങനെ പറയും. വഅദ് കഴിയുമ്പോഴേക്കും ഒരു 20-25,000 സ്വലാത്ത് മദീനത്ത് ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ പള്ളിപ്പറമ്പിൽ ചെറിയൊരു വെളിച്ചം, പള്ളിക്കാട്ടിൽ ഒറ്റക്ക് കിടക്കുമ്പോ, ആരുമില്ലാതെ കിടക്കുമ്പോ ഒരു ചെറിയ വെളിച്ചം അതുകൊണ്ട് ലഭിക്കുമെന്ന് ദൃഢമായി ഈ പ്രസംഗിക്കുന്നവൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ്, പാപങ്ങളായ നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കി ലോകത്തോട് വിട പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ അസ്സലാമു അലൈക എന്ന് പറഞ്ഞേ പറ്റൂ നിസ്കാരത്തിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത് പറഞ്ഞേ പറ്റൂ നിസ്കാരത്തിൽ. നബി തങ്ങൾ വിളിച്ചാൽ വിളിക്ക് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. അവിടുന്ന് ഉത്തരം പറയൽ നിർബന്ധമാണ്. നിസ്കാരം ബാത്തിലാവുകയില്ല. ഒരു നബിമാർക്കുമില്ലാത്ത പ്രത്യേകതയായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ദീന് പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ ചെറുപ്പക്കാരെ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, അവിടുന്ന് വിവരിക്കൂ നബിയേ, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. ഞാനൊരിക്കലും അമ്പിയാക്ക അവിടുന്ന് മലായിക്കത്തിൽപ്പെട്ടവനല്ല, ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവരല്ല. പക്ഷേ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനല്ല. എന്റെ ജീവിതത്തിൽ പവറുകളുണ്ട്, ജന്മദിനത്തിന് പവറുണ്ട്, ജന്മമാസത്തിന് പവറുണ്ട്. അവിടുന്നതാ വിവരിക്കാൻ പറയുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് റസൂലുള്ളതല്ലേ ഇന്നി അറാമാലാത്തറോൻ തുടങ്ങുന്ന ഓരോ വരികൾ അവിടുന്ന് സ്വഹാബികളെ വായിച്ചു കേൾപ്പിക്കുന്നു. അത് പിൻഗാമികൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. وأن الدود لا يأتي إليه كذا الآفات ليس لها وصول. ابن حجر الهيثمي رضي الله عنه وأن الدود لا يأتي إليه, ഒരീച്ചയോ റസൂലുള്ള ഇരിക്കുന്ന പരിസരത്ത് ഒരീച്ച പറക്കുമോ? ഒരു പുഴുവിനെ കാണാൻ പറ്റുമോ? അവിടുന്ന് പുന്നാര മുത്തുനബിയുടെ പ്രത്യേകതയായി പറയുന്നു, ഒരീച്ച നബി തങ്ങളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് പോലെ വരികയില്ല. മാത്രമല്ല, വക്കദൽ ആഫാതു ലൈസ ലഹാ ബുസൂറു, ഒരാഫത്തുകളും റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ചേരുകയില്ല. വലം തഇകുൽ ലഹുൽ വദറാഉ ലഹ്മാ ولا عظما وأثبت ما أقول. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തെ ഒരു മണ്ണോ മണൽത്തരികളോ തൊടുകയില്ല. മാത്രമല്ല, അവിടുന്ന് മണ്ണോ മണൽത്തരികളോ
നബിത്തങ്ങളുടെ ശരീരത്തെ, അവിടുത്തെ മാംസത്തെ കടിച്ചു പോവുകയില്ല. ആരാണ് നാട്ടുകാരെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വല്ലാതെ വിവരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് വതഅതീഹിൽ മലായികു കുല്ല വഖ്തിൻ തുഹയ്യീഹി വതസ്മഉ മാ യഖൂലൂ. ഈമാനുള്ള ദീനിന്റെ ചെറുപ്പക്കാരെ, വതഅതീഹിൽ മലായികു, അല്ലാഹുവിന്റെ മലായികത്ത് കുല്ല വഖ്തിൽ, എല്ലാ സമയത്തും പുന്നാര മുത്തുനബിയുടെ അരികിലേക്ക് വരുന്നു. മലായികത്ത് നബി തങ്ങളുടെ അരികിലേക്ക് വരുന്നു. വതുഹയ്യീഹി, അവിടുന്ന് തഹിയ്യത്ത് പറയുന്നു. മലായികത്ത് എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് തഹിയ്യത്ത് പറയുന്നു. ആ നബി തങ്ങളാണോ സാധാരണ മനുഷ്യൻ? അവിടുത്തെ ജന്മദിനത്തിന് പവറുകളൊന്നുമില്ലേ? അവിടുത്തെ ജന്മമാസത്തിന് പവറുകളൊന്നുമില്ലേ? എല്ലാ സമയത്തും കുല്ലവക്കത്തിൽ, എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ആകാശലോകത്തുള്ള മാലാഖമാർ, അല്ലാഹുവിന്റെ മലായികത്തതാ വെറുതെ ദർശിക്കുന്നു മുത്തുനബിയുടെ അരികിലേക്ക്. വതഅതീഹി ബിഅർസാഖിൽ ഹിസാനി വബിൽ ഹൈസു യഅ്മുറുൽ ബിനൂ. എന്തൊക്കെയാണ് ആശിക്കപ്പെടുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ അവിടുത്തെ അരികിലേക്ക് വരുന്നു. കബൽ അഅമാലു തുഅറദു കുല്ല യൗമിൻ അലൈഹി കൈ യുസറ ബിഹർ റസൂലു, അലൈഹി കൈ യുസറ ബിഹർ റസൂലു. ഈ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നബി തങ്ങളെക്കുറിച്ചുകൊണ്ട് പറയുന്നത്, എല്ലാ അമലുകളും എല്ലാ ദിവസവും മുത്തുനബിയുടെ അരികിലേക്ക് വെളിവാക്കപ്പെടുന്നു. കയ്യസുറബിഹറസൂലു, നബി തങ്ങളത് കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നബി തങ്ങളുടെ അരികിലേക്ക് അമലുകൾ, നമ്മുടെ എല്ലാവരുടെയും അമലുകൾ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഓ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനവും അല്ലാഹു കാണുന്നു. പുന്നാര മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ കാണുന്നു. ഫഇൻ കാനത് സ്വലാഹൻ ഖാമ യദ്ഉ ഇലൽ മൗലാ ലിയഖ്ബല മാ യഖൂലു. ആ അമലുകളൊക്കെ നല്ലതാണ് എന്ന് അവിടുന്നതാ ദുആ ചെയ്യുന്നു പടച്ച റബ്ബിലേക്ക്. പടച്ചവനെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ മുഹിബ്ബായ കുട്ടിയുടെ അമലുകൾ, അവൻ ചെയ്ത അമലുകൾ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആരാ? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പഠിപ്പിക്കുന്നു. വഇല്ലാ ഗൈറ ذَلِكَ فَهُوَ يَدْعُو لِيَغْفِرَهَا وَقَدْ صَفَحَ الْجَلِيلُ. അവിടുന്ന് പാവപ്പെട്ട ഉമ്മത്തുകളായ നമ്മിൽ അപാകതകളാണോ വന്നത്? നമ്മുടെ ഹൃദയത്തിൽ മഹബ്ബത്തുണ്ടോ? പടച്ചവനെ, ആ കുട്ടിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ആ കുട്ടിക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ എന്ന് റസൂലുള്ളാഹി പറയുമെന്ന് പണ്ഡിത മഹത്വത്തിൽ വിവരിച്ചിട്ട് അവിടുന്ന് അവസാനം പറയുന്നു. അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, മുസ്ലിം സമുദായമേ, എന്തിനാണ് ഓരോന്നോരോന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വഅഫ്ളലു മിൻ സമാവാതിൻ വഅർളി വഅംലാകിൻ ബിഅഫ്ലാകിൻ തജൂലു വമിൽ അർശിൽ വമിൽ ജന്നാതി അദ്രി വഫിർദൗസിൽ ബിഹാ ഖൈറുൽ ജസീലു. ആശിക്കീങ്ങളെ തുറന്നടിച്ച് നാട്ടുകാരെ, അവിടുന്ന് തുറന്നടിച്ചുകൊണ്ട് പറയുന്നത് വഅഫ്ളലു മിൻ സമാവാത്, 7 ആകാശത്തെക്കാളും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും മുഴുവൻ ആളുകളെക്കാളും മുഴുവൻ ജീവികളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് അത് മുഹമ്മദ് മുസ്തഫ. ചൊല്ലൂ, മദീനയിലേക്ക് പോകാം. മുഹമ്മദ് മുസ്തഫ
എന്നിട്ട് പറയുന്നത് വമിൽ അർശിൽ വമിൻ ജന്നാതി അദ്നി വഫിർദൗസിൽ ബിഹാ ഖൈറുൻ ജസീലു. അർശിനെക്കാളും ജന്നത്തുകളെക്കാളും സ്വർഗത്തെക്കാളും ഫിർദൗസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമായ ഭാഗം, അതിനേക്കാളും ഏറ്റവും പദവി യാ റസൂലല്ലാഹ് തങ്ങളെ അങ്ങേക്കാണല്ലോ നബിയേ, അങ്ങേക്കാണല്ലോ നബിയേ. യാ ഹബീബ് അങ്ങ് അന്ത റഹ്മത്തുൽ ലിൽ ആലം, ലോകത്തിൽ അനുഗ്രഹമാണല്ലോ നബിയേ. അങ്ങേക്കാളും വലിയൊരു വ്യക്തിയെ ഭൂമിയിൽ അല്ലാഹു പടച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ നബിയേ. എന്താണ് അങ്ങയുടെ പ്രത്യേകത? എന്തെല്ലാമാണെന്ന് കാണിക്കുന്നത്? ഹാദല്ലദീ ഇദ്ദാ ജാഅത്തിൽ ലഹു ശജറു തജറു അസ്ലല്ലാഹ സഅയൻ ലാ അദ്രി. ഹാദല്ലദീ ഇദ്ദാ ജാഅത്തിൽ ലഹു ശജറു തജറു അസ്ലല്ലാഹ സഅയൻ ലാ അദ്രി. യാ റസൂലല്ലാഹ് അങ്ങതാ മരങ്ങളെ മാടി വിളിക്കുമ്പോ മരങ്ങളല്ലേ ഓടി വരുന്നത്? മരങ്ങളല്ലേ തജുറു അസ്ലൽ വേരുകൾ വലിച്ചുകൊണ്ട്? ദീനിന്റെ പറയാണികളായ ചെറുപ്പക്കാരെ, ആശിക്കീങ്ങൾ വലിയ വലിയ മഹാന്മാരാണ് വിവരിക്കുന്നത്. വേരുകൾ വലിച്ചുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി എത്തിപ്പോയി. മരങ്ങളതാ വരുന്നോ? ഒന്ന് മാടി വിളിച്ചാൽ മതി. ഹാദല്ലദീ ഇദ്ദാ ജാഅത്ത് ലഹു ശജറു തജറു അസ്ലല്ലാഹ സഅയൻ ലാ അജ്രി. എന്റെ ആശിക്കീങ്ങളായ ചെറുപ്പക്കാരെ, പുന്നാര മുത്തുനബിയൊന്ന് മാടി വിളിച്ചാൽ, ഞാൻ എന്റെ കൂട്ടുകാരോട് വളരെ മോശപ്പെട്ടൊരു യുഗത്തിലാണ് ജീവിക്കുന്നത്. സാഹചര്യങ്ങളതാ നമ്മെ പിറപ്പിക്കാൻ പല കാരണങ്ങളുമുണ്ട്. എന്റെ അനുജാ, ഒന്ന് റസൂലുള്ള കൈകൊണ്ട് ഒരു മരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഒന്ന് മാടിയാൽ, മാടി വിളിച്ചാൽ ഇബ്ദാ ജതുജുറു അസ്ലല്ലാഹ സഅയൻ ലാ അജ്രി. അവിടുന്ന് വേരുകൾ വലിച്ചുകൊണ്ട് അതാ വരുന്നു അവിടുത്തെ അരികിലേക്ക്, റസൂലുള്ളാഹിന്റെ അരികിൽ. ഹാദല്ലദീ സബ്ബഹൽ ഹസാബി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹ്റൽ മഅൽ ജമരി. ഹാദല്ലദീ സബ്ബഹൽ ഹസാബി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹ്റൽ മഅൽ ജമരി. ആശിഖീങ്ങളുടെ ഹൃദയത്തിൽ, മുഹിബ്ബീങ്ങളുടെ ഹൃദയത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു കുളിർമയുണ്ടോ? കണ്ടോ മഹാന്മാര് പറയുന്നത്? അതല്ലദീ സബ്ബഹൽ. റസൂലുള്ള ഒരു പിടി മണ്ണെടുക്കുമ്പോ ആ കയ്യിലുള്ള മണൽത്തരികൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്താ തസ്ബീഹ് ചൊല്ലുന്നത്? കയ്യിലുള്ള മണൽത്തരികളാണ്, കയ്യിലുള്ള മണൽത്തരികളാണ്. വല്ലബ്ബു കല്ലമഹു ജഹ്റൽ മഅൽ ജമരി. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയെ കാണുമ്പോ ഉടുമ്പുകൾ വന്നുകൊണ്ട് ഉസ്താദുമാരുടെ മുന്നിൽ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ എന്തെല്ലാം ജീവികൾ വന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒട്ടകങ്ങളതാ തലതാക്കിക്കൊടുക്കുന്നു, ഒട്ടകങ്ങൾ വന്നുകൊണ്ട് നബി തങ്ങളോട് സംസാരിക്കുന്നു. വല്ലബ്ബു കല്ലമഹു ജഹ്റൽ മഅൽ ജമരി. ഒട്ടകങ്ങളുടെ അരികിൽ റസൂലുള്ളാഹിനെ കണ്ടാൽ ഓടി വരുന്നു. പടച്ചവരെ, റസൂലുള്ളാഹ് എന്റെ അരികിലൊന്ന് എന്നെയൊന്ന് തൊട്ടുപോയാൽ, എന്റെ ശരീരത്തിലൊന്ന് തൊട്ടുപോയാൽ ഞാനൊക്കെ രക്ഷപ്പെട്ടുവല്ലോ. എന്തൊരു നല്ല ഭാഗ്യമാണ്. ആരാണ് മുസ്ലിമേ? മിണ്ടാൻ കഴിയാത്ത ജീവികൾ ഓടി വരുന്നു നബി തങ്ങളെ കാണുമ്പോ. അവിടുത്തെ അരികിലേക്ക് സംസാരിക്കുന്നു, അവിടുന്നതാ അങ്ങോട്ട് സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വലിയ വലിയ ജീവികൾ. അതല്ലദീ ജാഅ ബിഅ മാലിഹത്തുൽ വമജ്ജ ഫീഹാ ഫഅദൽ മാഉ കൽ അസരി. هذا الذي جاء به
وهي مالحة ومج فيها فعاد الماء كالعسل. പുന്നാരമുത്തുനബി വെള്ളമില്ലാതെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ചൊല്ലുന്നു. ദാഹം കൊണ്ട് പിടയുന്ന ആളുകൾ, എന്താ നിങ്ങളുടെ വിഷമം? മോനെ, കുടിക്കാൻ വെള്ളമില്ല, മോനെ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഉമ്മ, ആ കാണുന്നത് കിണറല്ലയോ ഉമ്മ, ആ കാണുന്നത് കിണറല്ലയോ ഉമ്മ. ആ സമയത്ത് പറയുന്നത്, ചെറുപ്പക്കാരെ, വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, അവിടുന്ന് മുത്തുനബിയോട് പറയുന്നത്, മോനെ, കിണറ്റിലുള്ള വെള്ളമൊക്കെ ഉപ്പുവെള്ളമാണ്, കുടിക്കാൻ പറ്റുകയില്ല. എന്റെ മക്കളതാ കുടിക്കാൻ വെള്ളമില്ലാതെ പിടയുകയാണ്. റസൂലുള്ള ചെന്നുകൊണ്ട് ആ കിണറിന്റെ അരികിൽ പോയിട്ട് മജ്ജ ഫീഹാ, മജ്ജ ഫീഹാ, ആ കിണറിലേക്കൊന്ന് തുപ്പിയപ്പോ ഫഅദൽ മാഉ കൽ അസ്രി, തേൻതുള്ളികളെപ്പോലെയുള്ള മധുരമുള്ള വെള്ളമായി മാറുന്നു. റസൂലുള്ള ഉപ്പുവെള്ളമുള്ള കിണറ്റിലേക്ക് അങ്ങ് തുപ്പിയപ്പോ ആ ഉമിനീര് തട്ടിയ, മുത്തുനബിയുടെ ഉമിനീര് തട്ടിയതോടെ കിണറ്റിലുള്ള വെള്ളം മധുരമുള്ള വെള്ളമായി മാറുന്നു. ഹാദല്ലദീ ഇജാഅ ബിഇറിൻ വഹിയ മാലിഹത്തുൻ വമജ്ജ ഫീഹാ ഫഅദൽ മാഉ കൽ അസ്രി. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ആ മുത്തുനബിയുടെ മുഖമൊന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാട്ടുകാരെ, റസൂലുള്ളാഹ് എന്റെ ചെറുപ്പക്കാരെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.